പാനൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. വടകര സ്വദേശി ബാബു, കതിരൂർ സ്വദേശികളായ സജിലേഷ്, ജിജോഷ് എന്നിവരാണ് പിടിയിലായത്. ബോംബ് നിർമ്മിക്കാനായി വെടിമരുന്നും മറ്റും നിർമ്മാണ വസ്തുക്കളും നൽകിയവരാണ് ഇവർ. പ്രതികളിൽ ഒരാളായ സജിലേഷ് RSS നേതാവ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇവരിൽ നിന്ന് 3 കിലോ വെടിമരുന്ന് കണ്ടെടുത്തു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. വടകര സ്വദേശി ബാബു, അതോടൊപ്പം തന്നെ കതിരൂർ സ്വദേശികളായ സജിലേഷ്, അതോടൊപ്പം തന്നെ ജിജോഷ് എന്നിവരാണ് അറസ്റ്റിലായവർ. ഇതിൽ RSS നേതാവ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സജിലേഷ്. ഇയാളുമായി ബന്ധപ്പെട്ടും നിലവിൽ പോലീസ് വളരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് എന്തായാലും ഇന്ന് രാവിലെയോടെ തന്നെ പിടിയിലായത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി. അതോടൊപ്പം 3 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. കേസിൽ നിലവിൽ മുഴുവൻ പ്രതികളുടെ എണ്ണം ഇതോടെ 16 ആയി ഉയരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വടകര സ്വദേശി ബാബുവിൽ നിന്നാണ് പ്രതികൾ ഈ വെടിമരുന്ന് ഉൾപ്പെടെയുള്ളത് വാങ്ങിയതായി നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സജിലേഷ് ആണ് ഈ സംഘത്തിൽ ഈ ബോംബ് നിർമ്മിക്കാൻ DYFI അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കാനുള്ള നിർമ്മാണ വസ്തുക്കളും അതോടൊപ്പം തന്നെ ബോംബുമായി ബന്ധപ്പെട്ട വെടിമരുന്നെല്ലാം എത്തിച്ചതായും പോലീസ് കണ്ടെത്തി. എന്തായാലും 3 പ്രതികളെയും പാനൂരിലെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമയം തന്നെ ഈ പ്രതികളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വടകരയിൽ നിന്നും 3 കിലോ വെടിമരുന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസ് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ബോംബിന് പുറകെ വടകരയിൽ നിന്നും നിലവിൽ 3 കിലോ വെടിമരുന്ന് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി തന്നെ പരിശോധനയും വിവിധ മേഖലയിൽ കണ്ണൂരിലും അതോടൊപ്പം തന്നെ വടകരയിലും പരിശോധനയും എന്തായാലും പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദേവിക, കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി KJ ശ്രീജിത്ത്.